കൃഷ്ണ. ഇന്ന് മുതൽ നമ്മൾ ചിത്രകേതു ചരിതം ആരംഭിക്കുകയാണ്. ആരാണ് ഈ ചിത്രകേതു എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൃത്രാസുരനെ കുറിച്ച് കണ്ടായിരുന്നു. അദ്ദേഹത്തെ വധിച്ചതിൽ ഇന്ദ്രദേവന് ബ്രഹ്മഹത്യാ പാപവും ഉണ്ടായി. ഒരു അസുരനെ വധിച്ചാൽ എങ്ങനെയാണ് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകുന്നത്? ആരാണ് ഈ ചിത്രകേതു എന്ന് നമുക്ക് ഈ ചിത്രകേതു ചരിതത്തിലൂടെ കാണാം. ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നറിയപ്പെടുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനവധി ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും സന്താനഭാഗ്യം ഉണ്ടായിരുന്നില്ല. വളരെ നിരാശയോടുകൂടി ഒരു ദിവസം അദ്ദേഹം ദേവഗുരുവായ ബൃഹസ്പതിയുടെ പിതാവാണ് അങ്കിരസ് മഹർഷി. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. മഹർഷി അങ്കിരസ് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി അതിൽ നിന്നും കിട്ടിയ പായസം മഹാരാജാവിന് നൽകി. മഹാരാജാവ് ആ പായസം തന്റെ പ്രഥമ പത്നിക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അവൾ ഗർഭിണിയാകുകയും ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. രാജാവും നാട്ടുകാരും അങ്ങനെ സന്തോഷഭരിതരായി. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള പ്രേമവും പുത്രനോടുള്ള പ്രേമവും കണ്ട് മറ്റു ഭാര്യമാർ ആ കുഞ്ഞിനെ വിഷം കൊടുത്തു കൊന്നു. തന്റെ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ മൃതദേഹത്തിനരികിൽ കിടന്ന് മഹാരാജാവും ഭാര്യയും നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അവരുടെ സങ്കടം കണ്ടു നിൽക്കുവാൻ ആർക്കും സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ അവിടെ നാരദ മഹർഷി അങ്കിരസും കൂടി വന്നു ചേർന്നു. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.